ഏതാണ്ട് 45 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ലോക പൈതൃക നഗരമായ അഹമ്മദാബാദിൽ വെറും 250 രൂപയ്ക്ക് 24 മണിക്കൂർ താമസം, അതും തിരക്കേറിയ സിറ്റിയിൽ തന്നെ. അഹമ്മദാബാദിൽ കാലുകുത്തിയിട്ട് കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞു. മാർക്കറ്റിന്റെ കാഴ്ചകളും പരിചിതമല്ലാത്ത തെരുവിന്റെ അനുഭവങ്ങളുമായി ഞങ്ങൾ നടക്കുവാണ്. ഇത്രയൊക്കെ സാധനം ഒന്നും മേടിക്കാൻ ഇല്ലെങ്കിൽ പോലും ചുമ്മാ ഇതെല്ലാം കണ്ണോട് നടക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ മൊത്തം കുപ്പിവിളകൾ. ഇവിടെ വയ്ക്കുന്ന ജീൻസ് പാൻറ്റുകൾ 3 ജീൻസ് പാൻറ്റിന് 1000 രൂപ ഫിക്സ്ഡ് റേറ്റാണ്. സെയിൽ 3 ജീൻസ് പാൻറ്റിന് 1000. ജീൻസ് പാൻറ്റിൻ്റെ പദ്ധതി ഉണ്ടോ? കൊള്ളാവോ? 3 വർഷം ഉപയോഗിച്ചതിന് ശേഷം ഉള്ളത്. പല വേഷത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും ഇവിടെ കേട്ടോ. ധൽഗർവാഡിലെ ഐറിഷ് പ്രസ്ബിറ്റീരിയൻ മിഷൻ റോഡിലൂടെയാണ് നടത്തം. ഇവിടെ എല്ലാം മാർക്കറ്റാണ് സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാം മാർക്കറ്റാണ്. ഇരുവശങ്ങളിലും ചെറുതും വലുതുമായ റീറ്റെയിൽ കടകൾ കാണാം. പലതും കാണുന്നതിനൊപ്പം വേറെ നാട്ടിലായതുകൊണ്ട് ധൈര്യമായിട്ട് കമന്റ് ചെയ്യുന്നുമുണ്ട്. വേണോ? ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ വേണ്ട എന്തൊക്കെ ഫുഡ് സ്ട്രീറ്റാണ്. ഫുഡുണ്ട് കേട്ടോ. 50 രൂപയ്ക്ക് വെടിവെച്ചിരിക്കുന്നത് 50, 100, 50. അവരുടെ ഭാഷ ആയതുകൊണ്ടൊന്നും അറിയത്തുമില്ല. അപ്പുറത്തേക്ക് ഹാഫ് 60, ഹാഫ് 60. എന്തുവാ ഹാഫ്? ഉള്ളി ചിക്കൻ ബിരിയാണി ഹാഫ് മേടിച്ച് ട്രൈ ചെയ്താലോ? ഇപ്പോൾ വേണ്ടല്ലോ, പിന്നെ വന്നാൽ പോരെ. നമുക്ക് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം. ഓൾഡ് ഡൽഹിക്ക് മഷൂർ ചിക്കൻ ബിരിയാണി കൊള്ളാം. അപ്പോൾ നമ്മൾ ഡൽഹി പോയത് കിട്ടത്തില്ലയോ? ഡൽഹിയിലെ പഴയതാണ്. ഡൽഹി ഇപ്പോൾ പുതിയത്. ഡൽഹിയിലെ പഴയത് ഇങ്ങോട്ട് കൊണ്ടുപോകും. അവിടുത്തെ ഒരു ഫേമസ് ടൈപ്പ് ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അവിടുത്തെ വെച്ചോണ്ടേ കുറച്ച് കളർഫുൾ ഇറ്റാലിയൻ ബേക്കറി എന്ന് നോക്കുന്നവർ ഇപ്പം അവർ ഇറ്റലി ഇല്ല, അവരിവിടെ വന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര നമ്മുടെ സ്റ്റേയിലേക്കാണ് നമ്മൾ എത്തിയെന്നാണ് പറയുന്നത്. തിരക്കിനിടയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേയുടെ ലൊക്കേഷൻ തപ്പുവാണ്. തപ്പുന്നതിനിടയ്ക്ക് 60 രൂപയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വിൽക്കുന്ന കടയിലേക്ക് ഒരു വലിവ്. 60 രൂപ കൂളിംഗ് ഗ്ലാസ്. അതെ, 60 രൂപയ്ക്ക് കൂളിംഗ് ഗ്ലാസ്. ഞാൻ 150 രൂപ കൊടുത്തൊരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടിരിക്കുക. അത് വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. 60 രൂപയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വേണോ? അതെ, നോക്കടാ. 60 രൂപ കുഴപ്പമൊന്നുമില്ല. നല്ല സാധനമാണ്. അതെ, 2 മേടിച്ചിട്ട് പോയാലോ? വേണമെങ്കിൽ നമുക്ക് 2 ഓരോന്നും എടുക്കാം. ആണോ? എന്നാൽ അത് എനിക്ക് ഓർമ്മ എടുക്കാം. തോന്നല്ലേ ഇത്? ഇവിടെ തൊപ്പിയും ബെൽറ്റും ഒക്കെ ഉണ്ട്. വളരെ വിലക്കുറവാണ്. പക്ഷേ ഇവിടെ ബാർഗെയിനിങ് ഇല്ല, ഫിക്സ്ഡ് റേറ്റ് ആണ്. 120 രൂപയ്ക്ക് 2 കൂളിംഗ് ഗ്ലാസ് വാങ്ങിയിട്ട് നമ്മുടെ സ്റ്റേ എവിടെയാണെന്ന് ചോദിക്കുവാണ് വിഷ്ണു. അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിക്കാട്ടി. വലിയ ഒരു ഗ്രില്ലിന്റെ ഇടയിലുള്ള ഒരു ചെറിയ ഇരുമ്പ് വാതിലിലൂടെ സ്റ്റെയർ കയറി മുകളിലേക്ക്. പറയാൻ മറന്നു, ഇതാണ് ചാരിയാന ഹൈറ്റ്സ്. ഡോർമെറ്ററി ഫെസിലിറ്റി തരുന്ന ഒരു സ്റ്റേ ആണ്. booking.com എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തത്. എന്നാലും ഫോൺ ചെയ്ത് ഒന്ന് കൺഫേം ചെയ്തിരുന്നു. നേരെ റിസപ്ഷനിലേക്കാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു പയ്യനാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തെങ്കിലും പേയ്മെന്റുകൾ നടത്തിയിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കൊടുക്കണം. തുണി കഴുകാൻ 70 രൂപ കിലോ. ഇവിടെ ഡോർമെറ്ററി ആണ് ബുക്ക് ചെയ്തത്. AC-യും നോൺ AC-യും ഉണ്ട്. പണം അടയ്ക്കും മുമ്പ് രണ്ടും ഒന്ന് പോയി കാണുവാണ്. ആദ്യം നോൺ AC കാണാൻ പോയി. അത് അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഒരു വലിയ മുറിയിൽ കുറെ സിംഗിൾ ബെഡുകൾ നിരത്തിയിരിക്കുന്നു. ഒരു സായിപ്പ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കാണാൻ പോയത് AC ഡോർമെറ്ററിയിലേക്കാണ്. അത് 2nd ഫ്ലോറിലാണ്. നമ്മൾ വീഡിയോ ചെയ്യുവാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവർ ഇരുട്ടത്താണ് നമ്മളെ അതൊക്കെ കാണിച്ചത്. ഇതാ ഡോർമെറ്ററിയുടെ ദൃശ്യങ്ങളാണ്. 500 രൂപയായിരുന്നു ഈ ഡോർമെറ്ററിയുടെ റേറ്റ്. AC കൂടാതെ ഓരോ കിടക്കയിലും പ്രത്യേകം ഫാനും ലൈറ്റും ചാർജിങ് സോക്കറ്റും കോമൺ സിറ്റിംഗ് പ്ലേസുകളും ടോയ്ലറ്റും ഒക്കെ ഉണ്ട്. ഏറെ നേരം മുറിയിൽ ചെലവഴിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഇത് നല്ലതായിരിക്കും.
പക്ഷെ ഞങ്ങൾക്ക് രാത്രിയിൽ തലചായ്ക്കാൻ ഒരിടം മാത്രമേ വേണ്ടൂ. 5 ദിവസം സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് കാശ് അധികം പൊട്ടിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടും ഞങ്ങൾ നോൺ AC തന്നെ തിരഞ്ഞെടുത്തു. അല്ലെങ്കിലും അല്പം അഡ്വഞ്ചർ ഇല്ലാതെ എന്ത് ട്രിപ്പ്. അങ്ങനെ പേരും മേൽവിലാസവും, എന്തിനു വന്നു, എപ്പോൾ വന്നു, എവിടെ നിന്ന് വന്നു, എന്നിവിടെ നിന്ന് പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വിഷ്ണു എഴുതി കൊടുക്കുവാണ്. ഹിന്ദിയിൽ കുറേ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഇവിടെ എത്ര പേർക്ക് താമസിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ചോദിച്ചേ. അപ്പോൾ भैया कितने लोग के लिए एक ही समय पे रह सकते हैं? नॉन AC 12 है और रजाई 34 है 34. അപ്പം AC അതെ 34, നോൺ AC ആണെങ്കിൽ 12 12 12 ബെഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 डॉर्मेटरी ആണ് ഓർക്കണം കേട്ടോ. ഈ ഓൺലൈൻ സൈറ്റ് जो साइट्स हैं आपके यहाँ पे बुकिंग कर सकते हैं? ऑनलाइन, हाँ ऑनलाइन मेनली ये हमने तो जो बुकिंग और कौन सा है? अगोड़ा है, मेक माई ट्रिप है, मेक माई ट्रिप है. 3 ही पता है मेरे को. अच्छा, आपका नाम क्या है? अनिल. है अनिल. अनिल. सब्सक्राइब. നമ്മുടെ സബ്സ്ക്രൈബറിനെ നമ്മൾ ഇവരോട് പറയുക. सब्सक्राइब. താങ്ക് യു. താങ്ക് യു. ഹാപ്പി ആവുക. ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പിന്നെ ഇവിടെ എല്ലായിടത്തും ഫ്രീ വൈഫൈ ഉണ്ട്, നല്ല സ്പീഡും ഉണ്ട്. അങ്ങനെ കാശ് കൊടുത്ത് നേരെ മുറിയിലേക്ക്. ഈ നോൺ AC ഡോർമെട്രിക്കാണ് ഞാൻ പറഞ്ഞ 250 രൂപ. 2 ബെഡും കാണിച്ചു തന്നു ഞങ്ങൾക്ക്. നമുക്ക് കിട്ടിയേക്കുന്ന ബെഡ് ഇതും അതുമാണ് കേട്ടോ. അപ്പോൾ ദേ കിടക്കുന്നു ഒരു കണ്ണൂരുകാരൻ ആകാശ്. എവിടെ പോയാലും മലയാളിയെ കിട്ടും. ബാഗ് ഇറക്കി ഫ്രഷായി ഇന്നത്തെ ട്രിപ്പിന് ഇറങ്ങുവാണ്. അതിനു മുമ്പ് ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് കണ്ടാലോ. തട്ടുകട സെറ്റപ്പാണ് ബൈ. പിന്നെ ഇതുപോലൊരു സിറ്റിയിൽ ഈ വിലയ്ക്ക് ഇതൊക്കെ ഉള്ളൂ. ദിസ് ഈസ് റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൻ്റെ മുഖം വികൃതമാണ്. എന്നാൽ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.